ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്തിൽ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്തിൽ. പടിഞ്ഞാറൻ തീരസമതലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ. പടിഞ്ഞാറൻ തീരസമതലം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിൽ. ഭൂമുഖത്ത് ഇന്ന് ഉള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏത്? ഉത്തരം ആരവല്ലി. ഭൂമുഖത്ത് ഇന്ന് ഉള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏത്? ഉത്തരം ആരവല്ലി. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള നദി ഏത്? ഉത്തരം കൃഷ്ണ. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള നദി ഏത്? ഉത്തരം കൃഷ്ണ. ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള ഏത്? ഉത്തരം പരുത്തി. ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള ഏത്? ഉത്തരം പരുത്തി. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനമേത്? ഉത്തരം കൊൽക്കത്ത. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനമേത്? ഉത്തരം കൊൽക്കത്ത. ഹാസ്ദിയോ ബാങ്കോ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഛത്തീസ്ഗഡിൽ. ഹാസ്ദിയോ ബാങ്കോ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഛത്തീസ്ഗഡിൽ. മച്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ ഒഡീഷയുമായി സഹകരിക്കുന്ന സംസ്ഥാനമേത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. മച്കുണ്ട് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ ഒഡീഷയുമായി സഹകരിക്കുന്ന സംസ്ഥാനമേത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്? ഉത്തരം ജർമ്മനി. ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഒഡീഷയിലെ റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത്? ഉത്തരം ജർമ്മനി. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്ത്? ഉത്തരം അസമിൽ. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്ത്? ഉത്തരം അസമിൽ. ബുണ്ടേൽഖണ്ഡ് പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഏത് സംസ്ഥാനത്ത്? ഉത്തരം മധ്യപ്രദേശ്. ബുണ്ടേൽഖണ്ഡ് പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശിൽ. ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആര്? ഉത്തരം മിഥുൻ മൻഹാസ്. ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം മിഥുൻ മൻഹാസ്.